ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തേത് ഒരു ഓട്ടോകാഡ് ട്യൂട്ടോറിയലാണ്. ഇന്ന് നാം നോക്കുന്നത് ഓട്ടോകാഡിലെ അലൈൻ എന്ന കമാൻഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമ്മൾ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഒരു ബിൽഡിങ്ങിനെ ഒരു പ്ലോട്ടിൽ എങ്ങനെ അലൈൻ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനായി നമ്മൾ അലൈൻ കമാൻഡാണ് ഉപയോഗിക്കുന്നത്. കൂടെ നമ്മൾ എക്സ് ലൈൻ എന്ന കമാൻഡും, അതായത് കൺസ്ട്രക്ഷൻ ലൈൻ എന്ന കമാൻഡും ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ബിൽഡിങ്. ഈ ബിൽഡിങ്ങിനെ നമുക്ക് ഈ സൈറ്റിലേക്ക് കൊണ്ടുവച്ച് ഈ സൈറ്റിനനുസരിച്ച് അലൈൻ ചെയ്യണം. നിങ്ങൾക്കിവിടെ കാണാം, ഈ പ്ലോട്ട് വിത്ത് റെസ്പെക്ട് ടു ദ മാഗ്നറ്റിക് നോർത്ത് അല്പം ചരിഞ്ഞാണ് നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിനെ ഈ പ്ലോട്ടിലേക്ക് കൊണ്ടുവരാം. ഇവിടെ ഞാൻ ബിൽഡിങ്ങിന് ഔട്ടർ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനത് കോപ്പി ചെയ്യുന്നു. CO എന്ന കമാൻഡ് കൊടുത്ത് ഞാൻ ആ ഔട്ടർ ലൈനെ കോപ്പി ചെയ്ത് നമ്മുടെ പ്ലോട്ടിനുള്ളിലേക്ക് വയ്ക്കുന്നു. നമുക്ക് ഈ ഭാഗം നമ്മുടെ റിയർ സൈഡായിട്ട് അസ്യൂം ചെയ്യാം. ഇത് നമ്മുടെ സൈഡ് 1 ആയിട്ടും അസ്യൂം ചെയ്യാം. ഇനി നാം XL എന്ന കമാൻഡ് കൊടുക്കുന്നു. XL ഇവിടെ പിക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ എൻഡ് പോയിൻറ്റ് പിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ അതേ കമാൻഡ് എടുക്കുന്നു. എൻ്റർ ചെയ്തുകൊണ്ട് ആദ്യം ഇവിടെ പിക്ക് ചെയ്യുന്നു, പിന്നീട് ഇവിടെ പിക്ക് ചെയ്യുന്നു. ഈ കൺസ്ട്രക്ഷൻ ലൈനിനെ റിയർ സൈഡിൽ വേണ്ട മിനിമം സെറ്റ് ബാക്ക് 150 സെൻറ്റിമീറ്റർ ആണെന്ന് വയ്ക്കുക. സോ നമ്മൾ ഓഫ്സെറ്റ് എന്ന കമാൻഡ് കൊടുത്തു, 150 എന്ന് ടൈപ്പ് ചെയ്തു. ഈ X ലൈനെ അകത്തേക്ക് ഓഫ്സെറ്റ് ചെയ്തു. അതുപോലെ സൈഡ് 1ലെ മിനിമം ഓഫ്സെറ്റ് അല്ലെങ്കിൽ സെറ്റ് ബാക്ക് 100 സെൻറ്റിമീറ്റർ ആണെന്ന് വയ്ക്കുക. സോ നമ്മൾ ഓഫ്സെറ്റ് O എന്ന് ടൈപ്പ് ചെയ്തു, 100 എന്ന് എൻ്റർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിനെ പിക്ക് ചെയ്തു, അകത്തേക്ക് ഓഫ്സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ബിൽഡിംഗ് ഔട്ടർ ലൈനിനെ മൂവ് ചെയ്യിക്കണം. അതിനായി നമ്മൾ മൂവ് കമാൻഡ് M ടൈപ്പ് ചെയ്യുന്നു. നമ്മുടെ ബിൽഡിങ്ങിനെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ കോർണർ പോയിൻ്റ് പിക്ക് ചെയ്ത് ഈ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഇപ്പോൾ അതങ്ങോട്ട് മൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ അലൈൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ ഈ ബിൽഡിംഗ് അലൈൻ ചെയ്യാൻ പോകുന്നത് ഈ ലൈനിന് പാരലായിട്ടാണ്. സോ നമ്മൾ അലൈൻ എന്ന കമാൻഡ് കൊടുക്കുന്നു. ALIGN എൻ്റർ ചെയ്യുന്നു. നമ്മുടെ ബിൽഡിംഗ് പോളി ലൈൻ സെലക്ട് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഫസ്റ്റ് സോഴ്സ് പോയിൻ്റ് സെലക്ട് ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് സോഴ്സ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നീട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് സെലക്ട് ചെയ്യുക. ഈ കേസിൽ സോഴ്സ് പോയിൻറ്റും ഡെസ്റ്റിനേഷൻ പോയിൻറ്റും ഒന്ന് തന്നെ ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അടുത്തത് ചോദിക്കുന്നത് സ്പെസിഫൈ സെക്കൻഡ് സോഴ്സ് പോയിൻ്റ് എന്നാണ്. അത് ഈ ഓപ്പോസിറ്റ് എൻഡാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പിന്നീട് ചോദിക്കുന്നത് സ്പെസിഫൈ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്നാണ്. അത് ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും. നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പെർപെൻഡിക്കുലർ ഓപ്ഷൻ എടുത്ത് പെർപെൻഡിക്കുലർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു തേർഡ് പോയിൻറ്റിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു. അടുത്തത് ഓബ്ജക്റ്റ് സ്കെയിലിങ്ങുമായി ബന്ധപ്പെട്ട പ്രോംപ്റ്റാണ്. അതായത് സ്കെയിൽ ചെയ്യണോ വേണ്ടയോ എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ കേസിൽ നമുക്ക് സ്കെയിൽ ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ സ്കെയിൽ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നോ എന്ന ഡീഫാൾട്ട് ഓപ്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. അതിനായി എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളുടെ ബിൽഡിംഗ് 1 മീറ്റർ അകലെ മാറി പ്ലോട്ടിൻ്റെ റൈറ്റ് സൈഡുമായി അലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി ഈ ലൈനിൻ്റെ ആവശ്യമില്ല, എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിൽഡിങ് പ്ലോട്ടുമായി അലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് മൂവ് ചെയ്ത് കുറച്ച് സെൻറ്ററിലേക്ക് വയ്ക്കാം. ഇതാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.